Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 സയൻസ് വിദ്യാർത്ഥികളെ നിങ്ങൾ പെട്ടിരിക്കുന്നു ഗായ്സ്. നിങ്ങൾക്ക് ഓണപരീക്ഷ വരാൻ പോവുകയല്ലേ? സെപ്റ്റംബർ 2-ാം തീയതി ഓണപരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്നറിയുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് +1ലേക്ക് പഠിക്കാനുള്ളതിൻ്റെ 1/3 നിങ്ങൾക്ക് ഈ വരുന്ന +1ന്റെ ഓണപരീക്ഷയ്ക്ക് മാത്രമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഓണപരീക്ഷ നടത്തിയിട്ടില്ല. കാരണം അലോട്ട്മെന്റ് വളരെ ലേറ്റ് ആയതുകൊണ്ട്. എന്നാൽ ഈ വർഷം ഓണപരീക്ഷ നടത്തുമോ എന്ന ചോദ്യത്തിനേക്കാൾ അപ്പുറത്ത് ഓണപരീക്ഷ തുടങ്ങുന്ന സെപ്റ്റംബർ 2-ൽ നിൽക്കുമ്പോൾ ഓഗസ്റ്റ് 31 സ്കൂളിലെ ടീച്ചേഴ്സ് തീർക്കേണ്ട പോർഷൻസ് ഏതാണോ അതല്ലേ ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ആ തീർക്കേണ്ട പോർഷൻസ്, അതായത് സ്കീം ഓഫ് വർക്ക്, ഈ വർഷത്തെ 2024-25 +1 പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് സ്കീം ഓഫ് വർക്ക് എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണണം. കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊന്നു ചെറുപ്പക്കാരാ +1 കയ്യിൽ നിന്ന് പോകും. ഓക്കെ, സോ ശ്രദ്ധിച്ചോളി. എക്സാമിന്റെ +1 ഓണം എക്സാമിന്റെ സിലബസുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കിനാവ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, പിന്നെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, അതുപോലെ തന്നെ മത്സ്യം എന്നീ പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് മലയാളത്തിൽ ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇനി അറബിക്കിലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഇതൊക്കെയാണ് അറബിക് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സംസ്കൃതത്തിലേക്ക് വരുമ്പോഴും ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 തന്നെയാണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 1-ലുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ഇഫ് എന്ന് പറയുന്ന പോയം അടക്കം ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ഹിന്ദിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 4ഓളം ചാപ്റ്റേഴ്സുകൾ, എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഹിന്ദിയിൽ 4ഓളം ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ, ഇനിയാണ് സയൻസ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഫിസിക്സിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സുകൾ ഉണ്ട്. 1 ഫിസിക്കൽ വേൾഡ്, 2 മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, 3 ഇമോഷൻ ഇൻ എ പ്ലെയിൻ, 4 ലോസ് ഓഫ് മോഷൻ. ഈ ഫിസിക്കൽ വേൾഡ് തന്നെയാണ് നിങ്ങളുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് കണ്ടാൽ മതി കേട്ടോ. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ഇതിലേക്ക് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇതിലേക്ക് മാറ്റിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നും മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അഥവാ നിങ്ങളുടെ സ്കൂളിലൊക്കെ പറയാ 1D എന്നായിരിക്കും, ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പറയാ. മോഷൻ ഇൻ എ പ്ലെയിൻ 2D എന്ന് പറയും. അതുപോലെ ലോസ് ഓഫ് മോഷൻ 3D ഒന്നും അല്ല കേട്ടോ. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ വീണ്ടും കെമിസ്ട്രിയുടെ സ്പെല്ലിംഗ് അതിമനോഹരമായി തെറ്റിച്ചിരിക്കുന്നു. കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ ദർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ. അങ്ങനെ 3 ചാപ്റ്ററുകൾ ഇവിടെ തന്നെയായി. നിങ്ങൾ ഫിസിക്സിൽ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇനി നമ്മുടെ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഏതാടാ? ബോട്ടണിയാണ്. ബോട്ടണിയിൽ നിങ്ങൾക്ക് ഏതൊക്കെയാ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അപ് ടു 5 ഫോർ ദ ഇൻഫ്ലോറസൻസ്. അപ് ടു 5 ഫോർ ദ ഇൻഫ്ലോറസൻസ് എന്തൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇല്ലാന്നായിരിക്കും പറയുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഞാൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് ബയോളജി അറിയില്ല. എന്തായാലും ഇവിടെ നമുക്ക് 3 ചാപ്റ്റർ ഫുൾ ആയിട്ട് കൂട്ടാം. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ 4 ചാപ്റ്റർ ആയി, കെമിസ്ട്രിയിൽ 3 എണ്ണമായി, ബോട്ടണി 3 ആയിട്ടോ. നിങ്ങൾ കൂട്ടണം എത്രയായി എന്നുള്ളത്. ഇനി അടുത്തത് സുവോളജിയിലേക്ക് വരുമ്പോൾ ദ ലിവിംഗ് വേൾഡ്, ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് സുവോളജിയിലുള്ളത്. മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗണോമെട്രി വേറെ തന്നെയാണ് കേട്ടോ. ട്രിഗണോമെട്രി നമുക്ക് 3 ചാപ്റ്റർ ഒക്കെ ആയിട്ട് വേണേൽ കൺസിഡർ ചെയ്യേണ്ടി വരിക. നിങ്ങൾ വിചാരിക്കും പോലെ വെറും ഒരു ചാപ്റ്റർ അല്ല ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, സോ സെറ്റ്സ് ഉണ്ട്, റിലേഷൻ ഉണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്, കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ലീനിയർ ഇൻഇക്വാലിറ്റി, ഇങ്ങനെ 5 ചാപ്റ്റേഴ്സുകൾ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കഠോരമായ നല്ല സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബം പോലെയുള്ള ഒരു വിഷയത്തിൽ. പിന്നെ കൊമേഴ്സ് സയൻസ് ഒക്കെ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ യൂണിറ്റ് 4 എണ്ണം വരുന്നുണ്ട്. യൂണിറ്റുകൾ 4 എണ്ണം വരുന്നുണ്ട്.
അതും കറക്റ്റും ശ്രദ്ധിക്കുക കേട്ടോ. സോ ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, ബയോളജി ആയി, മാത്സ് ആയി, കമ്പ്യൂട്ടർ സയൻസ് ആയി. ഇനി നമ്മുടെ രണ്ട് വിഭാഗം ആൾക്കാരാണ് മെയിൻലി ഉള്ളത് അല്ലേ. ഒന്നാമത്തെ വിഭാഗം ആരാണ്? ബയോളജി സയൻസ് സ്റ്റുഡൻസ് ആണല്ലോ, ബയോളജി സയൻസ്. രണ്ടാമത്തെ വിഭാഗം കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഈ രണ്ടിലേക്ക് വരുമ്പോൾ ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സാ? 4 ചാപ്റ്റർ. കെമിസ്ട്രിയിൽ 3 ചാപ്റ്റർ. ഇനി സുവോളജി എടുക്കുമ്പോൾ 3 ചാപ്റ്റർ, ബോട്ടണി എടുക്കുമ്പോൾ 3 ചാപ്റ്റർ അല്ലെ. മാത്സ് എടുക്കുമ്പോൾ 5 ചാപ്റ്റർ. ടോട്ടൽ എത്രയായി? 4 3 7 7 3 10 13 18 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് ബയോളജി സയൻസിലെ കുട്ടികൾക്ക് ഈ വർഷത്തെ ഓണപരീക്ഷയിൽ സയൻസിൽ മാത്രം പഠിക്കാനുള്ളത്. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ ഇതും സെയിം ആണ്, ഇത് സെയിം ആണ്, ഇത് സെയിം അല്ല. സുവോളജിയുടെയും ബോട്ടണിയുടെയും സ്ഥാനത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവുക? 4 ചാപ്റ്റേഴ്സ്, 4 യൂണിറ്റുകളല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും എത്രയാണെന്നറിയോ? 4 3 7 7 4 11 15 16 ചാപ്റ്റേഴ്സുകളാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസിന് ഉണ്ടാവുക. സോ ബയോ സയൻസിലെ സ്റ്റുഡൻസിന് സയൻസിൽ നിന്ന് മാത്രമായി 18 ചാപ്റ്റേഴ്സും കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് 16 ചാപ്റ്റേഴ്സുമാണ് ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പഠിക്കാനുള്ളത്. ഇങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തും? എനിക്ക് ഇത്രത്തോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട്, പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അവിടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സൊല്യൂഷൻസുമായിട്ട് ആര് വരുന്നതടാ? MS സൊല്യൂഷൻ വരുന്നത്. എന്താണ് സാർ MS സൊല്യൂഷൻസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിക്കണേ, ബയോളജി സയൻസ് പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള 18 ചാപ്റ്റേഴ്സ്, കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള 16 ചാപ്റ്റേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സുകൾ വെറും 1499 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വെറും 1499 രൂപക്ക് നിങ്ങൾക്ക് +1 ഓണപരീക്ഷയുടെ കംപ്ലീറ്റ് ടോപ്പിക്സുകളും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് മാത്രമാണ് ഈ പറയുന്ന 1499 രൂപ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഓണപരീക്ഷയ്ക്ക് മാത്രം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്ത് ഓരോ ടോപ്പിക്കുകളും ഓരോ പാർട്ടുകളായി ഓണപരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യങ്ങളടക്കം ചെയ്തുകൊണ്ടാണ് ഓരോ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, പിന്നെ നമ്മുടെ ബയോ സയൻസുകാർക്ക് ഇതിലും ജോയിൻ ചെയ്യാം. രണ്ടാണെങ്കിലും 1499 രൂപ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഒരു മൊബൈൽ നമ്പർ ഇല്ലേ, 70 12 67 00 55. ശ്രദ്ധിക്കണേ, നമ്പർ ശ്രദ്ധിക്കണേ, 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യണം. കാരണം എന്താണെന്നറിയോ? ആദ്യം മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യുന്ന 1000 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും സാർ 1000 കുട്ടികളൊക്കെ ഇനി എത്രയോ ടൈം എടുക്കില്ല. ഇല്ലടാ, ഓഫറുകൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളാ പറയാൻ പറ്റില്ല. അതുകൊണ്ട് 1000-ൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഈ ഒരു ഓഫർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. പറയുന്നത് MS ആണ്, ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകും. പക്ഷെ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഈ വരുന്ന ജൂലൈ 28-ാം തീയതിയാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 28-ാം തീയതിയാണ് ഈ കുട്ടികൾക്കുള്ള ചാപ്റ്റേഴ്സുകൾ കൊടുക്കുന്നത്, ആപ്പ് തുറ കൊടുക്കുന്നത്. സോ ജൂലൈ 28-ാം തീയതിയിലേക്ക് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ ജോയിൻ ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന 1000 കുട്ടികൾക്ക് മാത്രമേ ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ. റെഡിയാണല്ലോ? സോ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപകരുണ്ട്. ഡോണ്ട് വറി, MS നിങ്ങളെ പറ്റിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഞാനുടെ കൂടെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഡോണ്ട് വറി. ഓക്കെ അല്ലേ? സോ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വാട്സപ്പ് ചാനലിന്റെയും കമ്മ്യൂണിറ്റി ചാനലിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം യൂട്യൂബിലൊക്കെ പോകുന്ന ലൈവുകളുടെയും പ്രത്യേക അപ്ഡേറ്റുകളുടെയൊക്കെ നോട്ട്സുകളും മെസ്സേജുകളും ഈവൻ ന്യൂസുകളടക്കം ഷെയർ ചെയ്യുന്നത് ഈ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിയിലുമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷവും അടുത്ത വർഷവും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾ നേടിക്കോളിങ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി ആപ്പിലൂടെ നേരിട്ട് 1500 രൂപയുടെ കുട്ടികളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.